നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം മുഴുവൻ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളിലേക്കുമാണ് ഉറ്റുനോക്കുന്നത്. മിസൈലുകൾ പറക്കുന്നു, കപ്പലുകൾ കത്തുന്നു. എല്ലാവരും കരുതുന്നത് ഇതൊരു അമേരിക്ക ഇറാൻ യുദ്ധം മാത്രമാണ് എന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അമേരിക്കയോ ഇറാനോ ഇസ്രായേലോ അല്ല. ഇതൊരു യുദ്ധമേ അല്ല, മറിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കവർച്ചയുടെ മറവാണ്. ആ കവർച്ച നിശബ്ദമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ചൈനയും. ഒരു തുള്ളി ചൈനീസ് രക്തം പോലും ചിന്താതെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ കരുക്കളാക്കി ചൈന നടത്തുന്ന ഈ അതിബുദ്ധിപരമായ നീക്കത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ലോകത്തിൻ്റെ സാമ്പത്തിക സൈനിക സമവാക്യങ്ങൾ ചൈന എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാം. വീഡിയോ അവസാനം വരെ കാണാനായിട്ടൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ആദ്യ ഘട്ടം തുടങ്ങുന്നത് യുദ്ധമുഖത്ത് നിന്നാണ്. അമേരിക്കയുടെ കണ്ണ് വെച്ച് ചൈന ഇറാന് നൽകുന്ന രഹസ്യ പിന്തുണയുടെ വ്യാപ്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക നീക്കങ്ങൾ ഇറാൻ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അറിയുന്നത്? ഉത്തരം ചൈനയാണ്. ബഹിരാകാശത്തുള്ള ചൈനീസ് ചാരോപഗ്രഹങ്ങൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെയും സൈനിക താവളങ്ങളുടെയും കൃത്യമായ ലൊക്കേഷൻ തത്സമയം ഇറാനിലെ കമാൻഡ് സെൻറ്ററുകളിലേക്ക് കൈമാറുന്നുണ്ട്. അമേരിക്കൻ സൈന്യം GPS ഉപയോഗിക്കുമ്പോൾ ചൈന തങ്ങളുടെ സ്വന്തം മിലിറ്ററി ഗ്രേഡ് നാവിഗേഷൻ സിസ്റ്റമായ ബെയ്ഡു ഉപയോഗിക്കാൻ ഇറാന് പൂർണ്ണ അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ഇറാന്റെ മിസൈലുകൾക്ക് അമേരിക്കൻ കപ്പലുകളെയും ഇസ്രായേൽ ലക്ഷ്യങ്ങളെയും 100% കൃത്യതയോടെ ആക്രമിക്കാനും കഴിയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തെളിവ് ഞാൻ തരാം. അമേരിക്ക ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പെന്റഗൺ അവകാശപ്പെട്ടതിൻ്റെ തൊട്ട് പിന്നാലെ ഇറാൻ വീണ്ടും 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 ആക്രമണം നടത്തിയല്ലോ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഗ്ലോബൽ ഡിഫൻസ് കോർ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈന രഹസ്യമായിട്ട് $5 ബില്യൺ ആയുധങ്ങൾ ഇറാനിലേക്ക് അയച്ചു എന്നാണ്. ഇതൊരൊറ്റ തവണത്തെ സഹായമല്ല, നിരന്തരമായ ഒരു സപ്ലൈ ചെയിൻ ചൈന തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. റഡാറുകൾക്കും ട്രാക്കിംഗ് സിസ്റ്റങ്ങൾക്കും പിടികൊടുക്കാതെ സിഗ്നലുകൾ ഓഫ് ചെയ്ത് സഞ്ചരിക്കുന്ന ചൈനയുടെ ഗോസ്റ്റ് ഷിപ്പുകൾ വഴിയാണ് ഈ ആയുധങ്ങൾ എത്തുന്നത്. നേരിട്ട് വലിയ മിസൈലുകളായി നൽകുന്നതിന് പകരം ഡ്രോണുകൾക്കും മിസൈലുകൾക്കും വേണ്ട ഇലക്ട്രോണിക് ചിപ്പുകൾ, നാവിഗേഷൻ സിസ്റ്റങ്ങൾ, ഡ്യുവൽ യൂസ് ടെക്നോളജി, ഇതെല്ലാം വാണിജ്യ ആവശ്യങ്ങൾക്കെന്ന വ്യാജേനയാണ് ചൈന ഇറാനിൽ എത്തിക്കുന്നത്. ഈ നിലയ്ക്കാത്ത ആയുധ വിതരണം ഉള്ളതുകൊണ്ടാണ് ഇറാൻ തളരാതെ പോരാടുന്നത്. മൂന്നാമത്തെ തെളിവും തരാം. അമേരിക്കയുടെ ഏറ്റവും വലിയ അഹങ്കാരമാണ് റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ. എന്നാൽ ഇറാനിൽ നടന്ന ആക്രമണ സമയത്ത് ജിങ്കൻ ടെക്നോളജി എന്ന ഒരു ചൈനീസ് AI കമ്പനി ഈ വിമാനങ്ങളുടെ സിഗ്നലുകൾ ചോർത്തി എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. പരമ്പരാഗത റഡാറുകൾ പരാജയപ്പെടുന്നിടത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗിച്ച് അമേരിക്കയുടെ നീക്കങ്ങൾ ചൈന നിരീക്ഷിക്കുകയും അത് ഇറാന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ചൈന ഈ തന്ത്രം പ്രയോഗിക്കുന്നത് ആദ്യമായിട്ടല്ല. ശത്രുവിനെ നേരിടാതെ മറ്റു വഴികളിലൂടെ തളർത്തുക എന്ന അസിമെട്രിക് അട്രീഷൻ തന്ത്രത്തിൽ അവർ അതിവിദഗ്ധരാണ്. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങളെ സ്വന്തം ലാഭത്തിനായിട്ട്, അതായത് പെയിൻലെസ് ഗെയിനിന് വേണ്ടിയിട്ട് അവരെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചരിത്രത്തിൽ നിന്നും വർത്തമാന കാലത്തിൽ നിന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാന് ചൈനയുടെ പരീക്ഷണശാല എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇന്ത്യയും അമേരിക്കയും പ്രതിരോധിക്കാനായിട്ട് ചൈന കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കരുവാണ് പാകിസ്ഥാൻ. തങ്ങളുടെ പുതിയ JF-17 യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പരീക്ഷിക്കാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട്, അതായത് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടായിട്ട് ചൈന പാകിസ്ഥാനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. CPEC പദ്ധതി വഴി പാകിസ്ഥാനെ വലിയ കടക്കണിയിലാക്കി. തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖം സ്വന്തമാക്കി. അങ്ങനെ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്നപ്പോഴും ചൈന അവരുടെ ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുത്തു. രണ്ടാമത്തെ ഉദാഹരണമാണ് വെനിസ്വേല. അമേരിക്കയുടെ മുറ്റത്തു നിന്നുള്ള ചൂഷണം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയെ അമേരിക്ക ഉപരോധിച്ചപ്പോൾ ചൈന അവിടെ വൻതോതിൽ ഇടപെടലുകൾ നടത്തി. സാമ്പത്തിക പ്രതിസന്ധിയിലായ അവർക്ക് കടം നൽകി. പകരം വെനിസ്വേലയുടെ വില കുറഞ്ഞ എണ്ണ ചൈന സ്വന്തമാക്കി. അമേരിക്കയെ അവരുടെ തന്നെ സ്വന്തം ഭൂഖണ്ഡത്തിൽ തന്നെ തളച്ചിടാനായിട്ട് ചൈനയ്ക്ക് വെനിസ്വേലയിലൂടെ സാധിച്ചു. കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് വെനിസ്വേലൻ ജനതയാണെങ്കിൽ ലാഭം കൊയ്തത് മുഴുവൻ ചൈനയാണ്.
റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ യൂറോപ്പും അമേരിക്കയും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ യുക്രൈന് നൽകി തങ്ങളുടെ ആയുധപ്പുരകൾ കാലിയാക്കി. എന്നാൽ ചൈന യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടില്ല. പകരം ഉപരോധത്തിലായ റഷ്യയിൽ നിന്നും പകുതി വിലയ്ക്ക് എണ്ണയും വാതകവും വാങ്ങി, റഷ്യയ്ക്ക് വേണ്ടത്ര ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങളെല്ലാം നൽകി, റഷ്യയുമായിട്ടുള്ള വ്യാപാരം ഡോളറിന് പകരം യുവാനിലേക്ക് മാറ്റി. യൂറോപ്പ് സാമ്പത്തികമായിട്ട് തളർന്നപ്പോൾ ചൈന വൻ ലാഭമുണ്ടാക്കി. ഇതൊക്കെ സൈനികവും ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള തന്ത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക് സാമ്പത്തിക രംഗത്താണ്. ലോകത്തിലെ 20% എണ്ണ കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഇപ്പോൾ പുതിയൊരു നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പലുകൾക്ക് ഇതിലൂടെ സുരക്ഷിതമായിട്ട് കടന്നു പോകാം, പക്ഷേ അതിനുള്ള പണം അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് യുവാനിൽ നൽകണം. ഇതിനെ പെട്രോ ഡോളറിൻ്റെ അന്ത്യവും പെട്രോ യുവാന്റെ ഉദയവുമായിട്ടാണ് ലോകം കാണുന്നത്. ഈ യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് അമേരിക്ക നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാവരും നിരസിച്ചു. പ്രസിഡന്റ് ട്രംപ് ഗൾഫിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാനായിട്ട് ചൈനയോട് ആവശ്യപ്പെട്ടപ്പോൾ ചൈനയും നോ പറഞ്ഞു. അങ്ങനെ അമേരിക്ക ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുകയാണ്. ഈ യുദ്ധത്തിന് അമേരിക്കയ്ക്ക് ഇതുവരെ ചെലവായത് $15 ബില്യൺ ആണെന്നാണ് കണക്കുകൾ. പെൻറ്റഗൺ ഇപ്പോൾ $200 ബില്യൺ കൂടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചൈനയുടെ ചെലവോ വെറും 0. ചൈനയ്ക്ക് വില കുറഞ്ഞ എണ്ണ കിട്ടുന്നു, ലോകരാജ്യങ്ങൾ ഡോളർ ഉപേക്ഷിച്ച് യുവാനിലേക്ക് മാറുന്നു, കൂടാതെ അമേരിക്കയുടെ ശ്രദ്ധ തായ്വാനിൽ നിന്നും തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. സൈന്യത്തെക്കാൾ വലിയ അമേരിക്കയുടെ യഥാർത്ഥ ശക്തി അവരുടെ കറൻസി ആയിട്ടുള്ള ഡോളറാണ്. ലോകത്തെ ഭൂരിഭാഗം പണമിടപാടുകളും നടക്കുന്നത് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള സ്വിഫ്റ്റ് സിസ്റ്റം വഴിയാണ്. അമേരിക്കയുമായി ശത്രുതയിലാകുന്ന ഏത് രാജ്യത്തെയും അവർ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ് റഷ്യയെ പുറത്താക്കിയത്. ഇത് ഭയന്നാണ് പല രാജ്യങ്ങളും അമേരിക്കയെ അനുസരിക്കുന്നത്. എന്നാൽ ഇതിനൊരു അറുതി വരുത്താനായിട്ട് ചൈന വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ബ്രിഡ്ജ്, അതായത് മൾട്ടിപ്പിൾ CBDC ബ്രിഡ്ജ്. സാധാരണ ബാങ്കിങ് സിസ്റ്റത്തിന് പകരം ആധുനികമായ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചൈന അവരുടെ സ്വന്തം ഡിജിറ്റൽ യുവാൻ ഉപയോഗിച്ചാണ് ഇതിൽ ഇടപാടുകൾ നടത്തുന്നത്. ബ്രിഡ്ജ് വഴി ഇതിനോടകം $55 ബില്യൺ ഇടപാടുകൾ ഡിജിറ്റൽ യുവാനിൽ നടന്നു കഴിഞ്ഞു. അതിൽ 95% ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുമായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 2 രാജ്യങ്ങൾ തമ്മിൽ പണം കൈമാറാൻ അമേരിക്കൻ ബാങ്കുകളുടെ, അതായത് കറസ്പോണ്ടന്റ് ബാങ്കുകളുടെ ആവശ്യമില്ല. അമേരിക്കൻ ഗവൺമെൻറ്റിന് ഈ ഇടപാടുകൾ നിരീക്ഷിക്കാനോ തടയാനോ ഉപരോധം ഏർപ്പെടുത്താനോ കഴിയില്ല. ചുരുക്കത്തിൽ ഡോളറിനെയും അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റത്തെയും പൂർണ്ണമായിട്ടും ബൈപ്പാസ് ചെയ്യുന്ന ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയാണ് ചൈന സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നേരിട്ടൊരു യുദ്ധത്തിലൂടെ അമേരിക്കയെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് ചൈനയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അടിവേരായ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെയും ഡോളറിനെയുമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. യുദ്ധം നീണ്ടുപോകുന്ന ഓരോ ആഴ്ചയും അമേരിക്ക കൂടുതൽ പണം ചെലവാക്കി തളരുകയും ഡോളർ ദുർബലമാവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഓരോ ആഴ്ചയും ചൈനീസ് യുവാൻ ശക്തമാകുകയും കൂടുതൽ രാജ്യങ്ങൾ ചൈനയുടെ സാമ്പത്തിക വലയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഡോളർ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനായിട്ട് ചൈന ഇറാനെയും മറ്റ് സംഘർഷങ്ങളെയും ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഈ കവർച്ചയിൽ ചൈന വിജയിക്കുകയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കൃത്യവും ആഴത്തിലുള്ളതുമായ ഇത്തരം വിശകലനങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.